വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ടി ഒഴുകി വന്ന ചാലിയാർ പുഴയിലാണ് ഞാൻ നിൽക്കുന്നത്. റെസ്ക്യൂ ടീമിനൊപ്പം മൃതദേഹങ്ങൾ തേടിയാണ് ഞാനും വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവൂരും സുജിത്തും കൂടി ഈ വനമേഖലയിലൂടെ നടന്നു നീങ്ങിയത്. ഏകദേശം ഒരു 5-6 കിലോമീറ്റർ അകത്തേക്ക് വന്ന സമയത്ത് മറ്റൊരു ദൃശ്യങ്ങൾ ഞങ്ങളിവിടെ കണ്ടു. അതായത് ഈ ഉരുൾപൊട്ടൽ മനുഷ്യർക്ക് മാത്രമല്ല പ്രകൃതിക്ക് ഉണ്ടാക്കിയ ആഘാതം എത്രമാത്രമാണ്. കാരണം ഇത് ചാലിയാർ പുഴയാണ്, കുത്തി ഒഴുകുന്ന പുഴ. പുഴയിൽ നമുക്കറിയാം സാധാരണ ധാരാളം മത്സ്യങ്ങളുണ്ടാവും. അവരുടെ ആവാസ വ്യവസ്ഥയാണ് ഈ പുഴ എന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങളിവിടെ കണ്ട ചില കാഴ്ചകൾ കാണിച്ചു തരാം. അതായത് ഉരുൾപൊട്ടി ഒഴുകി വന്ന സമയത്ത് ഈ പുഴയിൽ ജീവിച്ചിരുന്ന മത്സ്യങ്ങൾക്ക് പോലും പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. നിരവധി മത്സ്യങ്ങളാണ് ഈ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ ഇങ്ങനെ ചത്ത് കിടക്കുന്നത് കാണുന്നത്. വലുതും ചെറുതുമായ നിരവധി മത്സ്യങ്ങൾ ഈ പുഴയിൽ ചത്ത് അടിഞ്ഞു കിടക്കുന്നു. അതായത് വയനാട്ടിൽ നിന്ന് ഉരുൾപൊട്ടി വലിയ ഉരുളൻ കല്ലുകളും വനത്തിലുള്ള മരങ്ങളൊക്കെ തന്നെ ഒഴുകി വന്ന സമയത്ത് മീനുകൾക്ക് പോലും ഈ പുഴയിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനൊപ്പം തന്നെ മറ്റു ദൃശ്യം കണ്ട് ഏതോ ഒരു വീട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്ന് ഒഴുകി വന്ന വീട് തകർന്ന് ഒഴുകി വന്ന ആ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുക്കളയിൽ ഒരു കറിക്കത്തി, അതിനൊപ്പം തന്നെ ഒരു മീനും കൂടെ ചത്ത് കിടക്കുന്ന ഭയാനകമായ ദൃശ്യങ്ങളാണ് ഈ ചാലിയാറിൻ്റെ തീരത്ത് കാണുന്നത്. 52-ലധികം മൃതദേഹങ്ങളും അതിലേറെ മൃതദേഹ അവശിഷ്ടങ്ങളും ഇതിനോടകം തന്നെ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് രക്ഷാപ്രവർത്തകർ കണ്ടെത്തി കഴിയുകയും ചെയ്തിരിക്കുന്നു. അതിനിടയിലാണ് ഇത്തരം ദാരുണമായ ഈ പ്രകൃതിക്ക് മേലുണ്ടായ ഈ അപകടം അത്രമാത്രം ദാരുണമാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ ഞങ്ങളിവിടെ ഈ ചാലിയാറിൻ്റെ തീരത്ത് കണ്ടിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തകർ അവരുടെ ഈ മൃതദേഹങ്ങൾ തേടിയുള്ള യാത്ര ചാലിയാറിൻ്റെ തീരത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തെളിഞ്ഞ കാലാവസ്ഥയാണ്. അല്പസമയം മുൻപ് വരെ മഴയുണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ അതിജീവിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തകർ ഈ ചാലിയാറിൻ്റെ തീരത്തുകൂടി നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തൂവരിനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇന്ന് റിപ്പോർട്ടർ.